ഷാനവാസിനെ ഇട്ട് നിർത്തിപ്പൊരിക്കുന്ന ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് യഥാർത്ഥ സംഭവം പറയാം. പ്രൊമോ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യം പ്രൊമോയിലേക്ക് പോകുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അനീഷും ഷാനവാസും കൂടിയിട്ട് ജയിലിൽ കടന്നിരുന്നല്ലോ. ആ ജയിലിൽ കടന്ന സമയത്ത് നമ്മുടെ ബിന്നി ഷാനവാസ് തമ്മിൽ ഫേസ് ടു ഫേസ് അറ്റാക്ക് ഉണ്ടായിരുന്നു. ഇതാണ് സംഭവം. കാരണം ബിന്നിനെ ഹസ്ബൻഡിനെ നമ്മുടെ ഷാനവാസും വിളിച്ചിരുന്നു, ബിന്നി ഷാനവാസിനെയും വിളിച്ചിരുന്നു. അപ്പോൾ അതാണ് സംഭവം, അതാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്നത്. പക്ഷേ ബിന്നിയാണ് ആദ്യം അറ്റാക്ക് ചെയ്യാൻ പോയത്, എന്നിട്ടാണ് ഷാനവാസ് റിയാക്ട് ചെയ്യുന്നത്. ഇതാണ് സംഭവം. പ്രൊമോയിൽ ഇപ്രകാരമാണ് പറയുന്നത്. ലാലേട്ടൻ വരുന്നു, ഷാനവാസ് പറയുന്ന രീതി ഇനി കുറച്ച് വേണമെങ്കിൽ മാറ്റി പറയാം, അല്ലാതെ വീട്ടിലുള്ളവരെ പോയി പറ, അല്ലെങ്കിൽ നിന്റെ കെട്ടിയോനെ അതൊക്കെ മാറ്റിയിട്ട് വേറെ കുറച്ച് റിലേഷനെ കൂടെ വെക്കുക. അപ്പോൾ ഷാനവാസ് പറയുന്നു, ഒരിക്കലും ഞാൻ ഫസ്റ്റ് എന്ന് പറയാറില്ല എന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ, ഒരാൾ പറഞ്ഞതുകൊണ്ട് തിരിച്ചു പറയണമെന്നുള്ള ന്യായം ഞാൻ അംഗീകരിക്കില്ല. ഷാനവാസ് എത്രയോ പ്രായമായ ഒരാളാണ്, ഫാമിലി ഉള്ള ഒരാളാണ്, ജീവിതം കണ്ട ഒരാളാണ്. അപ്പോൾ ഷാനവാസ് വീട്ടിലും ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നു, അല്ല ലാലേട്ട, ഞാൻ വീട്ടിൽ ഇങ്ങനെയല്ല. അപ്പോൾ ലാലേട്ടൻ, അപ്പോൾ നിങ്ങളുടെ വീട് തന്നെയല്ലേ ഇതും? അപ്പോൾ ഈ ഷാനവാസ് വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് ഷാനവാസ് ബിന്നി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, ഷാനവാസ് ബിന്നിയോട് എന്തോ പറയുന്നുണ്ട്, അത് വ്യക്തമല്ല. അങ്ങനെയാണ് പ്രൊമോ അവസാനിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഷാനവാസ് ഇരന്നു വാങ്ങിയൊരു വഴക്ക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഷാനവാസ് പോയി റിയാക്ട് ചെയ്യേണ്ട കാര്യം ഷാനവാസിനുണ്ടായിരുന്നില്ല. പക്ഷേ ബിന്നിയാണ് ആദ്യം അറ്റാക്ക് ചെയ്യാൻ പോയത്, ബിന്നിയാണ് ആദ്യം അങ്ങോട്ട് വിളിക്കുന്നത്, എന്നിട്ടാണ് ഷാനവാസ് അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നത്. അതാണ് സംഭവം. ഇതാണ് ചർച്ചാ വിഷയമാകുന്നത്. അതിനുശേഷം നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ലാലേട്ടൻ ബിന്നിയോട് മാപ്പ് പറയുമായിരിക്കും, ഒരു വാണിംഗ് ഒക്കെ കൊടുക്കുമായിരിക്കും. ഇതൊരു വാണിംഗ് ആണ്, ഇനി പറഞ്ഞാൽ ഇതായിരിക്കും സംഭവം എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. ഇത് തന്നെയായിരിക്കും സംഭവിക്കുക. എന്തായാലും നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ അത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് പ്രൊമോനകത്ത് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഈ പ്രൊമോ കണ്ടിട്ട് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.